محمد وعلى آل محمد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. ബഹുമാന്യരായ ഹാജിമാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് കാര്യമായ പ്രതിസന്ധികളൊന്നുമില്ലാതെ നമ്മുടെ ഹജ്ജ് പരിസമാപ്തിയിലേക്ക് കുതിക്കുകയാണ്. ഈ ഒരു രാത്രി കൂടിയാണ് മിനയിൽ നമ്മൾ യാപ്പാക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്നൊക്കെ അർഹിക്കുന്ന രീതിയിൽ നമ്മുടെ ഹജ്ജും മറ്റു കർമ്മങ്ങളുമൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഈ ഹജ്ജിന്റെ ശേഷം നമ്മൾ പൊതുജനങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് വഴി നടക്കുമ്പോൾ ഈ ഹജ്ജ് നമുക്ക് നൽകേണ്ട സന്ദേശം എന്താണ്? ഒരു 3 സമർപ്പണത്തിന്റെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളുടെ സ്മരണ പുതുക്കിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മക്കയിലും അതിന്റെ പരിസരത്തുള്ള മുസ്ദലിഫയിലും അറഫയിലും അതുപോലെ മിനയിലുമൊക്കെ നമ്മൾ കഴിഞ്ഞുകൂടിയത്. ഈ കഴിഞ്ഞുകൂടിയ ജീവിതത്തിൽ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നമ്മുടെ മനസ്സിനെ എന്താണ് സ്വാധീനിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന് സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബവും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവരാണ്. ആദ്യമായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സമർപ്പിച്ചത് നാടാണ്. നമ്മളൊക്കെ സ്വന്തം നാട്ടിൽ താമസിക്കുക എന്നുള്ളത് നമ്മുടെ വല്ലാത്തൊരു അഭിരുചിയാണ്. പുറത്തു പോകാൻ നമുക്കാർക്കും താല്പര്യമില്ല. പക്ഷേ അള്ളാഹുവിന്റെ ആദർശ പ്രബോധനത്തിന് വേണ്ടി സ്വന്തം നാട് ഉപേക്ഷിക്കുന്നു. നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ, ആ പിതാവിനെയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപേക്ഷിക്കുന്നു, മാറ്റി നിർത്തുന്നു. പിന്നീട് ഏറ്റവും കൂടുതൽ ഒരുപാട് കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം തനിക്കൊരു താങ്ങും തണലുമായി തന്റെ കൂടെ ഉണ്ടാകേണ്ട കുടുംബം, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അതിനെയും മാറ്റിവെക്കുന്നു. വീണ്ടും പരീക്ഷണങ്ങളുടെ തുടർച്ചയായ വല്ലാത്ത പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വിധി ഉണ്ടാകുന്നു. ചരിത്രമൊക്കെ നമ്മൾ പലവട്ട ആവർത്തിച്ച് കേട്ടതാ. ആ സമർപ്പണത്തിന് സാക്ഷ്യം വഹിച്ച മിനയുടെ താഴ്വരയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയുടെ പരിസരത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോ ബീവി ഹജറ റളിയല്ലാഹു തആല അൻഹ സ്വന്തം മകനെ വസ്ത്രം ധരിപ്പിച്ച് സുന്ദരനാക്കി 9 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സ് പിതാവിന്റെ കയ്യിലേക്ക് ഒരു മകനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗം ചരിത്രത്തിലുണ്ട്. അവർ മക്കയിൽ നിന്ന് ഈ മിനയിൽ നമ്മളിപ്പോ തമ്പുകെട്ടിയ ഇതിന്റെ പരിസരത്തുള്ള ഏതോ പ്രദേശത്ത് വെച്ച് അറുക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോ 90 വയസ്സായ പ്രായമുള്ള ഇബ്രാഹിം നബിയുടെ കയ്യിൽ കുത്തിപ്പിടിക്കാനുള്ള ഒരു വടിയും കെട്ടിയെടുക്കാനുള്ള ഒരു കയറും, മറുകൈയിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കയ്യിലൊരു കത്തിയും ഇതുമായി കടന്നു വരുന്ന ഒരു ചരിത്രമാണ്, ഒരു ചിത്രമാണ് നമ്മൾ ഈ മിനയുടെ ടെന്റുകളിൽ കഴിയുമ്പോ നമ്മൾ ആവാഹിച്ചെടുക്കേണ്ടത്. ഇബ്രാഹിം നബി പറയുകയാണ്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുക്കാൻ വേണ്ടി കടക്കുന്ന സമയത്ത് 4 ഉപദേശം കൊടുക്കുന്നുണ്ട്. ഉപ്പാക്കുള്ള ഉപദേശമാണ്, എന്നേക്കാൾ ആരോഗ്യം കുറഞ്ഞവരാണ് നിങ്ങൾ, ഞാൻ കൊതിച്ചാടി പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എന്റെ കൈ കെട്ടിയിടണം, എന്റെ ഉമ്മാനോട് സലാം പറയണം, എന്റെ വസ്ത്രത്തിൽ അഴുക്കാകാതെ അത് കൊണ്ടുപോയി കൊടുക്കണം, പോരാ എന്റെ മുഖം നിങ്ങൾ മണ്ണിലേക്ക് അമർത്തി വെക്കണം. ഒരു ഉപ്പാക്ക് മകന്റെ മുഖത്ത് നോക്കി അറുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ആ മുഖത്തെ നിങ്ങൾ കമഴ്ത്തി കിടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലമ്മാ അസ്ലമാ, അവർ രണ്ടുപേരും മുസ്ലിമായപ്പോൾ ഫതല്ലഹു ലിൽ ജബീൻ, നെറ്റി തടം മണ്ണിലേക്ക് അമർത്തി കിടത്തിയപ്പോൾ അയ്യാ ഇബ്രാഹിം, അപ്പൊ ഞാൻ വിളിച്ചു, ഓ ഇബ്രാഹിം, ഖദ് സദ്ദഖ്ത റുഅ്യ, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിക്കുന്നവർക്ക് തിക്താനുഭവം തന്നെ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച പ്രദേശത്ത് അള്ളാഹു നമ്മളെ കൊണ്ടുവന്നിട്ട് 3-4 ദിവസം കാര്യമായ ഇബാദത്തുകളൊന്നും തരാതെ നമ്മളെ മനുഷ്യരെ ആവാഹിക്കുകയാണ്. എന്താണ് ഇബ്രാഹിം ഈ സമർപ്പണം എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മൾ ഇറങ്ങുകയാണ് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്. ഇവിടെ നമുക്കുണ്ടാകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ ഒരു ബോധ്യമാണ്.
അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു പഠനമാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചതൊക്കെ ഞാൻ നൽകി, എല്ലാം നൽകി. നിങ്ങളതെണ്ണാൻ തീരുമാനിച്ചാൽ കണക്കാക്കാൻ കഴിയൂല. ഇതൊരു വല്ലാത്ത അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. നമുക്ക് നൽകിയ അനുഗ്രഹം എത്രയെന്ന് ഞാനൊരു പേപ്പർ തന്നിട്ട് നിങ്ങളോട് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എഴുതി എന്ന് പറഞ്ഞാല് ഒന്നോ രണ്ടെണ്ണോ എഴുതിയിട്ട് നമ്മൾ ആലോചിച്ച് പടച്ചോപ്പ് എന്താ എനിക്ക് നൽകിയത്. എന്നാൽ വരുന്ന 10 വർഷത്തിനിടയിൽ എനിക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ എന്തെല്ലാം ചോദിച്ചു നമ്മൾ. അതൊന്ന് എഴുതാൻ പറഞ്ഞാലോ പേപ്പർ തന്നാൻ കഴിയൂല. വീണ്ടും നിങ്ങൾക്ക് പേപ്പർ വേണ്ടി വരും. അതിന് മാത്രം ആഗ്രഹങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ടാണ്? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്കില്ലാതെയും അത് അവഗണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാലം നമ്മൾ ജീവിച്ചിട്ട് എന്താ എനിക്ക് അള്ളാഹു നൽകിയത് എന്ന് ചോദിക്കുമ്പോഴാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുകളിലേക്ക് നോക്കരുത്, താഴ്ഭാഗത്തേക്ക് നോക്കണം, നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ പറ്റും. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതും. നമ്മൾ നടന്നു, അൽഹംദുലില്ലാഹ്, 1 കിലോമീറ്റർ പോലും നടക്കാത്ത ആളുകളാണ് 20 കിലോമീറ്ററും 25 കിലോമീറ്ററും നടന്നത്, അല്ലെ? എന്തൊരു സുന്ദരമായി നടന്നു നമ്മൾ. അള്ളാഹു നൽകിയ വല്ലാത്തൊരു അനുഗ്രഹം കൊണ്ടാണ് കുടിക്കുന്നു. ആ വെള്ളം കുടിക്കാൻ കഴിയാത്ത എത്ര പേരുണ്ട്. അപ്പൊ ചെറിയ പ്രവർത്തനം പോലും അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? അത് ചെയ്യാൻ കഴിയാത്ത, അത് അനുഭവിക്കാൻ സാധിക്കാത്ത ആളുകളെ കുറിച്ച് ബോധ്യം വേണം. ഒരു പഞ്ചായത്തിൽ, ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ 10-40 ആളെങ്കിലും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളാണ്. തകരാറായിട്ട്, കിഡ്നി തകരാറായിട്ട് വെള്ളം പോലും സ്വസ്ഥമായിട്ട് കുടിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാവിലെ നേരം പുലർന്നതിന് ശേഷം എത്ര വെള്ളം കുടിച്ചു നമ്മൾ? 350 മില്ലി 200 മില്ലി വെള്ളമാണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത്. 24 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള ഓരോ രോഗികളും വെള്ളം കുടിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുകയാണ്. അപ്പോഴാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൽ അനുഗ്രഹമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ നമ്മളെ ബോധ്യം വരും, നമുക്ക് ബോധ്യം വരും. ചേറിൽ നിസ്കരിക്കുന്ന ആളുകളെ കാണുമ്പോഴാണ് അൽഹംദുലില്ലാഹ് എനിക്ക് സുന്ദരമായി സുജൂദ് ചെയ്ത് നിസ്കരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അതൊരു അനുഗ്രഹമാണെന്ന് നമുക്ക് ബോധ്യം വരിക. മുട്ടിൽ നീർക്കെട്ട് വന്നു 40 കഴിഞ്ഞപ്പോ, അല്ലെ? അതുവരെ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. 60 കഴിഞ്ഞപ്പോ നടക്കാൻ സാധിക്കുന്നില്ല. ഈ 10-60 വർഷക്കാലം പാടത്തും പറമ്പത്തും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഇഷ്ടംപോലെ ഓടി നടന്നപ്പോ ഒരു മുട്ടിനെ കുറിച്ച് ഒരു ചിന്ത നമുക്കില്ലായിരുന്നു. അതൊരു സുഖമാണ്. അള്ളാഹു എനിക്ക് അനുഗ്രഹം നൽകിയതാണ് എന്ന ബോധ്യം പോലുമില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ എണ്ണി നോക്കാൻ തീരുമാനിച്ചാൽ അത് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. പക്ഷെ മനുഷ്യന്റെ സ്വഭാവം അള്ളാഹു എടുത്തു പറഞ്ഞു, ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. എന്നാ മനുഷ്യന്റെ സ്വഭാവം എന്താണോ? ഒന്ന് നന്ദികേട് കാണിക്കാൻ സാധ്യതയുണ്ട് എന്നല്ല, തീർച്ചയായിട്ടും മനുഷ്യൻ പിന്നിൽ ലാമ് കൊടുത്തു, ലളൂമുൻ കഫാർ. നന്ദി കെട്ടവനും നിഷേധിയും തന്നെയാണ് മനുഷ്യന്റെ സ്വഭാവം. ഓൻ എത്ര കിട്ടിയാലും മതിയാകൂല. കിട്ടിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുമ്പോ മാത്രമേ അതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ. റോട്ടിലിങ്ങനെ വാഹനം കംപ്ലൈന്റ് ആയിട്ട് ഇറങ്ങി നിൽക്കുമ്പോഴാണ് നമ്മളെടുത്തുണ്ടായിരുന്ന ചെറുതൊരു വാഹനത്തിനെ കുറിച്ചുള്ള അതൊരു അനുഗ്രഹമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലുകളും ദേഷ്യം പിടിക്കലുകളൊക്കെ നടത്തി സ്വന്തം ഭാര്യ ഇങ്ങനെ ക്ഷമിച്ചു കഴിയുമ്പോ ആ ഭാര്യ ഇല്ലാതെയാകുമ്പോഴാണ് സത്യത്തിൽ കുറ്റപ്പെടുത്താനെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് ബോധ്യം വരിക. മുട്ടിൽ നീർക്കെട്ട് കെട്ടി നടക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്, അലം നജഅൽ ലഹു ഐനൈനി വലിസാനം വശഫത്തൈൻ. ഞാൻ നിങ്ങൾക്ക് 2 കണ്ണ് തന്നില്ലയോ? വലിസാനം വശഫത്തൈൻ, 2 ചുണ്ടും 1 നാവും തന്നില്ലയോ? ഫഹദൈനാഹു നജ്ദൈൻ, വിജയത്തിന്റെ മാർഗം വളരെ കൃത്യമായി വഴച്ച രീതിയിൽ കാണിച്ചു തരികയും ചെയ്തു. എന്താ നിങ്ങൾ അതുകൊണ്ടൊക്കെ ചെയ്തത്? എന്തിനാ കണ്ണ് നിങ്ങൾക്ക് നൽകിയത്? കണ്ണില്ലാത്ത ആളുകളെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാവാനാണ്. നിങ്ങളുടെ പരിസരത്ത് കാണുന്ന ഓരോ പ്രശ്നങ്ങളിലും നിങ്ങൾ ഇടപെടാനാണ്. ഒരു സമർപ്പണത്തിന്റെ രീതിയാണ് ഹജ്ജ് കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. നമുക്ക് വേണ്ടി മാത്രമല്ല, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ളത്. നമുക്ക് നൽകിയ ആരോഗ്യം, നമുക്ക് നൽകിയ സമ്പത്ത്, നമുക്ക് നൽകിയ കഴിവ്, യോഗ്യത, അറിവ്, ഇതെല്ലാം തന്നെ മറ്റൊരുത്തന് പകുത്തു നൽകാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാനുള്ള ഒരു കൃത്യമായ ബോധ്യമാണ് ഹജ്ജ് നമുക്ക് ഉണ്ടാക്കി തരേണ്ടത്. എത്രയെത്ര പ്രായം ചെന്ന രോഗികൾ 4 ചുമരുകൾക്കുള്ളിൽ ചുമരിനോട് ചാരിയിട്ട കട്ടിലിൽ കിടക്കുന്നുണ്ട്.
നട്ടല് പൊട്ടിയിട്ട് 10-20 വർഷമായിട്ടൊന്ന് ചലിക്കണമെങ്കിൽ മറ്റൊരുത്തന്റെ സഹായം, പരസഹായമില്ലാതെ സാധിക്കാത്തവർ ഇന്ന് നമ്മൾ പേസ്റ്റ് എടുത്ത് ബ്രഷിൽ വെച്ച് പല്ല് തേച്ച് നമ്മളെ കൈ കൊണ്ട് ഡ്രസ് അണിഞ്ഞ ആളുകളാണ്. എന്നാൽ അതിനു വേണ്ടി വീട്ടിലെ ജോലി ചെയ്യുന്ന സഹോദരിയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയുടെ എല്ലാ ഒഴിവും കഴിഞ്ഞു വന്നിട്ട് പല്ല് തേച്ച് തരുന്ന, ഭക്ഷണം വാരി തരുന്ന, ഡ്രസ്സ് മാറ്റി തരുന്ന എത്ര ആളുകൾ ചുമരിനോട് ചാരിയിട്ട് കട്ടിൽ കിടക്കുന്നുണ്ട്. അള്ളാന്റെ അനുഗ്രഹം പറയുമ്പോ, അള്ളാഹുന്റെ അനുഗ്രഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോ നമുക്ക് കിട്ടാതെ പോയതിനെ കുറിച്ച് പരിഭവവും പറയുന്നതിനപ്പുറം കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അത് ഏറ്റവും വലുത് ആദർശപരമായ തൗഹീദ് കിട്ടി എന്നുള്ളതാണ്. രണ്ടാമത്തത് ജീവിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളും സഹായങ്ങളും നമ്മുടെ നടമ്പുകാലം മുതൽ മൂർത്താവ് വരെയുള്ള ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, വ്യത്യസ്ത കഴിവുകളോടുകൂടി എന്തെല്ലാമാണ് അള്ളാഹു നമുക്ക് നൽകിയത്. ആർക്കാണ് അത് എണ്ണിക്കണക്കാക്കാൻ സാധിക്കുക? ഓരോ രോഗികളെയും നമ്മൾ സന്ദർശിക്കുമ്പോൾ അവരുടെ പ്രയാസം കാണുമ്പോൾ, രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സുന്നത്താക്കിയത് എന്തുകൊണ്ടാണ്? അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് രോഗമില്ലാത്ത നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടാവണം, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സാധിക്കണം. വെള്ളം കുടിക്കാൻ സാധിക്കാത്തവരെ കാണുമ്പോ, വെള്ളം കുടിക്കാൻ കഴിയുന്ന നമുക്ക് ഒരു ഗുളിക പോലും കഴിക്കാതെ 10, 50, 60 വയസ്സായിട്ട് സുന്ദരമായി ജീവിക്കുന്ന ആളുകൾ, ചില ആളുകൾക്ക് എത്രയാ ഗുളിക കുടിക്കാനുള്ളത്, എന്തെല്ലാം രോഗവുമായിട്ടാണ് അവർ നടക്കുന്നത്. ഓരോ കാര്യത്തിനും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പൊ ഇനിയുള്ള ബാക്കിയുള്ള കാലം ഒന്ന് സമർപ്പിക്കാൻ, മറ്റു രോഗികളെ, കുടുംബത്തിലെ പാവപ്പെട്ടവരെ, യതീമുകളെ, ഇവരെയൊക്കെ പരിഗണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ കണ്ണ് തന്നു, നിങ്ങൾക്ക് നാവ് തന്നു, സംസാരിക്കാൻ കഴിയുന്ന രീതിയിൽ ചുണ്ടിനെ ശരിപ്പെടുത്തി തന്നു, പക്ഷെ പക്ഷെ നിങ്ങൾ ഹഖബയിൽ കടന്നില്ല. ഖുർആൻ ചോദിച്ചു, വമാ അദ്റാക മൽ ഹഖബ, എന്താണ് ഹഖബ എന്ന് നബിയെ താങ്കൾക്ക് അറിയുമോ? ഫഖു റഖബ, അത് അടിമകളെ മോചിപ്പിക്കലാണ്. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്അബ, പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കലാണത്. യതീമൻ ദാ മഖറബ, കുടുംബത്തിലെ യതീമുകൾക്ക്. മിസ്കീനൻ ദാ മത്റബ, മണ്ണിനോട് മല്ലടിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക്. അതിനാണ് നമുക്ക് കണ്ണും കാതും ചുണ്ടും തന്നത്. പാവപ്പെട്ടവരെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാവണം. തന്റെ അയൽപ്പക്കത്ത് പൊന്തിവരുന്ന വലിയ വീടുകളെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്. തന്റെ പിറകുഭാഗത്തുള്ള ചെറിയ ചെറ്റക്കുടലിന് കാണാതിരിക്കാൻ വേണ്ടി മതിൽ ഉയർത്തുന്നവരെ ഇതിനെക്കുറിച്ചല്ല ആലോചിക്കേണ്ടത്. തങ്ങളെ ഞാൻ ഓടിക്കുന്ന വാഹനത്തിനെ ഓവർടേക്ക് ചെയ്തു പോകുന്ന അതിലേറെ മുന്തിയ വാഹനത്തെ കുറിച്ചാണ് നമ്മുടെ ചിന്ത. നമ്മുടെ കൂടെയുള്ള ഭാര്യയേക്കാൾ ഒന്നുകൂടി ഉഷാറുള്ള ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കാണുമ്പോ അതിനെക്കുറിച്ചാണ് നമ്മുടെ ചിന്ത. അപ്പുറം കിട്ടാനുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഒരു ഹൈവേയിൽ കയറിയിട്ട് ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോ സൈറം മുഴക്കി നമ്മുടെ വാഹനത്തിന്റെ പിറകെ വരുന്ന ഒരു ആംബുലൻസ് ഉണ്ട്. നമ്മൾ വണ്ടി സൈഡാക്കി കൊടുക്കും, പക്ഷെ നമ്മൾ ആലോചിക്കുന്നില്ല ആ ആംബുലൻസിൽ ഒരു അത്യാഹിത രോഗിയാണുള്ളത്. അത് അൽഹംദുലില്ലാഹ് ഞാനല്ല, ഞാനുമായി ബന്ധപ്പെട്ടവരല്ല, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഓരോ നിമിഷവും അള്ളാഹു നമുക്ക് പാകപ്പെടുത്തി തരികയാണ്. ജീവിതം എങ്ങനെ പരിശുദ്ധിപ്പെടുത്തണമെന്ന് ഓരോ ഘട്ടത്തിലും പറഞ്ഞുതരാണ്. എന്നിട്ട് കണ്ണും കാതും ചുണ്ടും ഒക്കെ തന്നിട്ട് നിങ്ങൾ പാവപ്പെട്ടവന്റെ, മിസ്കീനിന്റെ, യതീമിന്റെ, വിധവകളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെട്ടതേ ഇല്ല. ഹഖബ എന്ന് പറഞ്ഞാൽ മലമ്പാത നിങ്ങൾ തള്ളിക്കേറിയില്ല. കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോടിന്റെ ഭാഗത്ത്. ഉന്നതമായി ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ജില്ല, സുന്ദരമായി ജീവിക്കുന്ന ഭാഗം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഭാഗം എടുത്തു പരിശോധിച്ചാൽ പാലേമാട്, മരുത, കരുതച്ചി ഭാഗം, മലയോര മേഖലയിൽ ഇന്നും മനുഷ്യർ ഈ പറഞ്ഞ ഫലഖ്തഹമൽ ഹഖബ നമുക്ക് അവിടെ കാണാം. ദുർഘടമായ പ്രയാസം അനുഭവിക്കുന്ന, നമ്മുടെ ആട്ടിൻകൂട് പോലത്തെ വീടുകളിൽ യതീമുകളായ അല്ലെങ്കിൽ ഭർത്താവുകളാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് പാവങ്ങൾ ജീവിക്കുന്ന മേഖല. ഇങ്ങോട്ട് തീരദേശത്തിലേക്ക് പോയാൽ താനൂര്, ചമ്രവട്ടം, തിരൂര് ഭാഗത്ത്, പരപ്പനങ്ങാടി തീരദേശങ്ങളിലൂടെ യാത്ര ചെയ്താൽ നമ്മളെപ്പോലത്തെ പച്ചയായ മനുഷ്യർ പ്രാഥമിക ധർമ്മം പോലും നിർവഹിക്കാൻ സ്വന്തം വീട്ടിൽ ബാത്റൂം ഇല്ലാതെ രാത്രി സമയത്ത് കീസിൽ ഉപേക്ഷിച്ച് കടലിലെറിയുന്ന, സ്വന്തമായി ഐഡന്റിറ്റി ഇല്ലാത്ത, കാർഡില്ലാത്ത, ചെറിയ കൂരയിൽ കഴിയുന്ന മനുഷ്യരെ എവിടെ കാണാൻ നമുക്ക്? ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും ഉന്നതം എന്ന് പറയുന്ന മലപ്പുറത്തിന്റെ രണ്ടറ്റത്തിൽ നമുക്ക് കാണാം. അവിടെയാണ് അല്ലാഹു പറയുന്നത്, അലം നജ്അൽ ലഹു ഐനൈൻ
വലിസാനം വശഫതൈൻ, രണ്ട് കണ്ണും രണ്ട് ചുണ്ടും ഒരു നാവും നിങ്ങൾക്ക് നൽകിയില്ലേ? എന്തുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഈ ആളുകളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ല? കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ. അല്ല, നിങ്ങൾ യതീമുകളെ പരിഗണിക്കുന്നില്ല, പാവങ്ങളുടെ ഭക്ഷണത്തിന്റെ മേൽ പ്രോത്സാഹനം നൽകുന്നില്ല. ആരാണ് മതത്തെ കളവാക്കിയവരെന്ന് നബിയെ താങ്കൾക്കറിയുമോ എന്ന് ചോദിക്കുന്നത്. എന്നിട്ടെന്താ പറയുന്നത്? അവർ യതീമുകളെ പരിഗണിക്കാത്തവരാണ്, അവരാണ് മതത്തെ കളവാക്കിയത്. അറഅയ്തല്ലദീ യുകല്ലിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. കൊടുക്കില്ല എന്നുള്ളതല്ല, കൊടുക്കേണ്ടതില്ല, ഇല്ലാത്തവർ കൊടുക്കേണ്ടതില്ല. പക്ഷെ ഉള്ളവരിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന ഒരു സംവിധാനത്തിന്റെ കൂടെ ഉണ്ടാകണം നമ്മൾ. ഞാൻ എന്റെ കുടുംബത്തെ മാത്രം നോക്കി പോവേണ്ടവനാണ് എന്നല്ല, അവര് പ്രോത്സാഹനം നൽകണം. അവർക്ക് പാവപ്പെട്ട മിസ്കീനിന്റെയും യതീമിന്റെയും വിധവയുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് സമ്പത്തുള്ളവരിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിന്റെ കീഴിലുണ്ടാവണം. അതിനാണ് കണ്ണും ചുണ്ടും നാവും ഒക്കെ നിങ്ങൾക്ക് നൽകി നിങ്ങളെ ഭൂമി ലോകത്തേക്ക് വിട്ടത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ കണക്കെടുപ്പ് നടത്തി നോക്കി ഈ മിനയുടെ ടെന്റിലിരുന്നിട്ട് പ്രവാചകന്മാരായ ആളുകൾക്ക് പോലും അള്ളാഹു കൊടുത്ത പരീക്ഷണങ്ങൾ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ, സാമ്പത്തിക വിഷയത്തിൽ, ആദർശ രംഗത്തുള്ള പരീക്ഷണങ്ങളിൽ, ഇവിടെയൊക്കെ അതിലേറെ എത്ര സുന്ദരമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് നമ്മളോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, വമാലക്കും ലാ തുൻഫിഖൂന ഫീ സബീലില്ലാഹി വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്. നിങ്ങൾക്ക് എന്തു പറ്റി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കാൻ? കാരണം ഇതിന്റെ എല്ലാം അവകാശം എന്റെ അടുക്കലാണ്. ഞാനാണ് നിങ്ങൾക്ക് പകുത്തു നൽകിയത്, വ്യത്യസ്തമായി തന്നതാണ്. ഇതിന്റെയൊക്കെ ആധാരത്തിന്റെ പിന്നിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അത് പിറ്റേന്ന് അതേ ആധാരത്തിലേക്ക് പോയി അത് തീർന്നു പോകും. 20 ഏക്കർ സ്ഥലമുള്ളവനോട് 2 സെന്റ് സ്ഥലം ഒരു യതീമിന് വീട് വെക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ നമ്മുടെ മനുഷ്യന്മാർക്ക് പാകപ്പെടുന്നില്ല. അവിടെ പാവപ്പെട്ട കുടുംബം വന്നാൽ ആ പറമ്പിന്റെ വില നഷ്ടപ്പെട്ടു പോകുന്നു. നമുക്കറിയോ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ കുറിച്ച് ആർക്കറിയാം? ഇറങ്ങിപ്പുറപ്പെടുന്നവന് കൃത്യമായിട്ട് അതറിയാൻ പറ്റും. പലിയേറ്റീവിന്റെയോ അതല്ലെങ്കിൽ അങ്ങനത്തെ സന്നദ്ധ സേവന രംഗത്തോ ഹോം കെയറുകളിലൊക്കെ പോയിട്ട് രോഗികളെ സന്ദർശിക്കുമ്പോ നമുക്ക് കൃത്യമായ അതിന്റെ ചിത്രം കിട്ടും. പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, 4 ചുവടുകൾക്കുള്ളിൽ തലച്ചിട്ട ആളുകൾ, മാരകമായ രോഗം പിടിപെട്ടവർ, മന്ദബുദ്ധികളായ മക്കളുള്ള ആളുകൾ, മാനസിക രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മക്കളുള്ള ആളുകൾ, ഒരു 18 വയസ്സുകാരിയെ വിവാഹം കഴിക്കാൻ വേണ്ടി എല്ലാ സംവിധാനവും ഒരുക്കി റെഡിയായി. പക്ഷെ അവർക്കൊരു മാനസിക രോഗം ഉണ്ടായാൽ ആ ഉപ്പയുടെയും ഉമ്മയുടെയും അവസ്ഥ എന്താ? ഒരു സമയത്ത് ഒരു വീട്ടിൽ സന്ദർശിച്ചപ്പോ അവർക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണമെന്നറിയോ? ഞങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഈ 2 മക്കളെ മരിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം 35 വയസ്സായ നിലത്ത് ഇഴഞ്ഞു നടക്കുന്ന മന്ദബുദ്ധികളും വൈകല്യമുള്ളതുമായ 2 മക്കളാണ് അവർക്കുള്ളത്. 25 വർഷമായിട്ട് പുറം ലോകമായിട്ട് ആ കുട്ടികൾക്കോ ആ കുട്ടിയുടെ ഉമ്മാക്കോ ബന്ധമില്ല. പുറത്തിറങ്ങി പോകാൻ പറ്റില്ല ഇവരുടെ വീട്ടിലാക്കിയിട്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മരണശേഷം ആരിവരെ സംരക്ഷിക്കും? അതുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മക്കളെ മരിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം പരീക്ഷണത്തിന് വിധേയമായ ആളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. സ്വന്തത്തെ കുറിച്ച് മാത്രം ബോധ്യപ്പെടുകയല്ല, പരിസരങ്ങൾ അറിയുകയാണ് നമുക്ക് വേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ ഹജ്ജ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമർപ്പണം, ആദർശ രംഗത്തുള്ള സമർപ്പണം, ഭൗതിക രംഗത്തുള്ള, സാമ്പത്തിക രംഗത്തുള്ള എല്ലാറ്റിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്റെ ബാക്കിയുള്ള കാലം ശിഷ്ടം ചെലവഴിക്കാൻ സാധിച്ചു എന്ന് അള്ളാഹുവിനോട് സമർപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ പിടിച്ചു നിൽക്കാൻ എല്ലാവരും 10 60 ആയ ആളുകളാണ്. ഈ എത്ര ബാക്കിയുണ്ട് നമുക്കറിയാം. ഒന്ന് വെറുതെ ആലോചിക്കുക. മിനയുടെ അവസാനത്തെ രാത്രിയിൽ എനിക്ക് അള്ളാഹു നൽകിയ ആയുസിൽ 10-20 വർഷമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന എത്ര ദിവസം അതിലുണ്ട്? അള്ളാഹിന്റെ മാർഗത്തിൽ സമർപ്പിച്ച എത്ര ദിവസമുണ്ട്? കോടിക്കണക്കിന് രൂപ ആസ്തി എനിക്കുണ്ട്. അതിൽ എത്ര ശതമാനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്? എന്തെല്ലാം സൗകര്യങ്ങളും അധികാരങ്ങളും ഉണ്ടായപ്പോഴും അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രം ജീവിക്കാൻ ഞാൻ എത്ര പരിശ്രമിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ ഒരു പരിശ്രമമാവട്ടെ ഈ ഹജ്ജിന്റെ പരിസമാപ്തിയോടുകൂടി നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാവേണ്ടത്. തീർച്ചയായിട്ടും അതാണ് ഹജ്ജിൽ നമുക്ക് നേടിയെടുക്കാനുള്ളത്. നല്ല സുന്ദരമായി ജീവിച്ചിരുന്ന നമ്മളെ 100-150 ആളുകളെ ഒരൊറ്റ റൂമിൽ കൊണ്ടുവന്നിട്ട്
100 ആളുകൾക്ക് ഒരു ബാത്റൂം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പരിഗണിക്കുകയാണ്. അള്ളാഹു നമ്മളെ പരിശുദ്ധിപ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടെയും നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ മനസ്സിനും മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു രക്ഷയുണ്ടാവൂല. ഇത് നമ്മുടെ അവസാനത്തെ പരിശ്രമമാണ്. ഹജ്ജ് നമ്മുടെ അവസാനത്തെ നമ്മെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ ഖബറിലേക്ക് ഉപകാരപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസാനത്തെ പരീക്ഷണമാണെന്ന കൃത്യമായ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ രോഗിയായി കിടക്കേണ്ടവരാണ്. നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നവരാണ്. ഹോസ്പിറ്റലിൽ തിയേറ്ററിലേക്ക് ഇങ്ങനെ പോകുകയാണ്. അന്നനാളത്തിന് ക്യാൻസർ ബാധിച്ച രോഗി ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി അവിടുന്ന് പുറത്തിറങ്ങുമ്പോ അന്നനാളം കട്ട് ചെയ്യാണ്, സംസാരിക്കാൻ കഴിയില്ല, വിറക്കുന്ന കയ്യോടെയാണ് അവരത് ഒപ്പിട്ട് കൊടുക്കുന്നത്. എത്ര ആളുകളാ പരീക്ഷണത്തിന് വിധേയമായ ആളുകൾ നമ്മളെ ഓരോ ദിവസവും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. അപ്പോഴൊക്കെ ഇതെനിക്ക് റബ്ബ് എനിക്ക് വേണ്ടി എന്റെ മുമ്പിൽ കൊണ്ടുവന്നതാണ്. രാവിലെ ഒരാൾ വന്നിട്ട് 10,000 രൂപ കടം ചോദിക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരുന്നത് എങ്ങനെ അയാൾ അത് തിരിച്ചു തരും. അത് കൃത്യമായ ബോധ്യമുണ്ടെങ്കിലേ നമ്മൾ ആ 10,000 കൊടുക്കുള്ളൂ. അള്ള പറഞ്ഞയച്ചതാണ്. ഞാൻ കൊടുത്ത കുറെ സമ്പത്ത് അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. ഈ പാവപ്പെട്ടവൻ ചെല്ലുമ്പോൾ അയാൾ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. പക്ഷെ നമുക്കത് ബോധ്യം വരുന്നില്ല. നമുക്കത് തിരിച്ചു കിട്ടുമെന്ന് കൃത്യമായ ഉറപ്പുണ്ടെങ്കിലേ നമ്മളത് കൊടുക്കുള്ളൂ. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ട് ഇസ്സാക്കൽത്തുമിലർന്ന് ഭൂമിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒട്ടിക്കഴിയുകയാണ് നമ്മൾ. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം നമ്മുടേതല്ലാതായി മാറും. അന്നത് ഉപകരിക്കണമെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കാൻ കഴിയണം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലൻ തനാൽ എല്ലാവരും പറയുന്ന ആയത്താണത്. 4-ാമത്തെ ജുസു തുടങ്ങുന്നതാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ നിങ്ങളാരും ബിർറ ചെയ്തവരാകൂല, ഗുണം ചെയ്തവരാകൂല. ഇന്റർലോക്ക് മാറ്റിയുണ്ട്, അത് വെക്കാൻ സ്ഥലമില്ലാത്തോണ്ട് ആർക്കെങ്കിലും വാങ്ങി കൊണ്ടുപോയിക്കോളി, നമ്മുടെ സ്വതക്കെയാണ്. കുറെ ഓടിറക്കി വെച്ചിട്ട് വെക്കാൻ സ്ഥലമല്ല, ഒരാർക്കെങ്കിലും പാവപ്പെട്ട എത്തിങ്ങളുടെ വീട് എടുക്കണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി. അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ ബിർറ് ചെയ്തവരാകൂല. വമാ തുൻഫിഖൂ മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. എന്ത് നിങ്ങൾ ചെലവഴിച്ചാലും അല്ലാഹു അതിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവനാണ്. ഈ ആയത്തിറങ്ങിയപ്പോ മദീന പള്ളിയിൽ വലിയ ചരിത്രം സൃഷ്ടിച്ചു. പലരും ആലോചിച്ചു ഇതിനെ കുറിച്ച് അറിയതാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹ ബൈറൂഹ തോട്ടം റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുവന്നു കൊടുത്തത് ഈ ആയത്ത് കേട്ടതിന്റെ ശേഷമാണ്. ഈ ആയത്ത് കേട്ടപ്പോ അബൂ തൽഹ ഓടി ചെന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭൂമിയിൽ ഈ ബൈറൂഹ തോട്ടമാണ്. അത് ഞാനിതാ ബൈത്തുൽ മാലിലേക്ക് നൽകുന്നു. റസൂലുള്ളാ ചിരിച്ചിട്ട് പറഞ്ഞു, നല്ല സ്വതക്ക, നല്ല സമ്പാദ്യം അതിന്റെ കുടുംബത്തിൽ തന്നെ നീ വീതിച്ചു നൽകി കൊടുത്തു. ഉസാമ റളിയല്ലാഹു തആല അൻഹു ഈ സയ്യിദ് ഇബ്നു ഹാരിസ് എന്ന് കേട്ടു. അദ്ദേഹത്തിനൊക്കെ ഒരു കുതിരയുണ്ടായിരുന്നു. ചുവന്ന കുതിര എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ നിർത്തിയിരുന്ന ഓടിയും ബെൻസൊക്കെ മാരിയ. അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല വാഹനമാണ്. അതിന്റെ കടിഞ്ഞാൻ പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, സയ്യിദ് ഇബ്നു ഹാരിസ് പറഞ്ഞു, എന്റെ അടുക്കൽ എനിക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇതാണ്, ഇത് ബൈത്തുൽ മാലിലേക്ക് തരുന്നു. ഉസാമ റളിയല്ലാഹു തആല അൻഹു അതിന്മേൽ യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അതിന്റെ ശേഷവും യാത്ര ചെയ്തു. അത് ഒരുപാട് നീണ്ട ചരിത്രമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വ്യത്യസ്തമായ ഒരു സംഭവം. അദ്ദേഹത്തിന് അല്ലാതെ ഈ ആയത്തിനെ കേട്ടപ്പോ അയാൾ ആലോചിച്ച് പഠിച്ചോനെ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഏതാണ്? കാരണം അത് കൊടുക്കാണല്ലോ, ബിർറ് കിട്ടുക. അപ്പൊ നോക്കുമ്പോ റോമക്കാരിയായ ഒരു അടിമസ്ത്രീയാണുള്ളത്. അള്ളാന്റെ ദുനിയാവിൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനിതാ ഈ അടിമസ്ത്രീയെ മോചിപ്പിക്കുന്നു, എത്തിക്ക് ചെല്ലുന്നു, സ്വതന്ത്രയാക്കി വിട്ടു. സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അടിമയല്ലേ, ഇനി നിങ്ങൾക്ക് വിവാഹം കഴിക്കാലോ. അല്ല, അള്ളാന്റെ മാർഗത്തിൽ വിട്ടത് ഞാൻ അങ്ങനെ തന്നെ കൊടുക്കുന്നു, അതിൽ ഞാൻ അള്ളാന്റെ പ്രീതിയാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഓരോ ആയത്തുകളും പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയ സഹാബത്തിന്റെ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്ര ആയത്തുകൾ കേട്ടു, എത്ര പരീക്ഷണങ്ങൾക്ക് വിധേയമായ ആളുകളെ നമ്മൾ കണ്ടു. അതിൽ നിന്നൊക്കെ മോചിതരായി ഇത്രയും സുന്ദരമായ ആരോഗ്യത്തോടും ആഫിയത്തോടും നല്ല കാലാവസ്ഥയിലും നല്ല നാട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും വീടും കുടുംബവും ഒക്കെ ആയിട്ട് സുന്ദരമായിട്ട് കഴിഞ്ഞുകൂടുന്ന നമ്മൾ അള്ളാഹുവിന്റെ ചോദ്യത്തിന് മുമ്പിൽ അള്ളാഹുവിനോട് നീ എത്രമാത്രം ശുക്ർ ചെയ്തു എന്ന് ചോദിക്കുമ്പോ അതിന് മറുപടി പറയേണ്ട വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നാം ബോധ്യപ്പെടുത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പരിചയമുള്ള ഇതുമായി ബന്ധപ്പെട്ട ഒരു അധ്യായത്തിന്റെ ചെറിയൊരു ഭാഗം കൂടി പറഞ്ഞിട്ട്, വൽആദിയാതി റബ്ഹൻ ഫൽമൂരിയാതി ഖദ്ഹൻ ഫൽമുഈറാതി സുബ്ഹ ഫഅതർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ. ഒരു കുതിര
അതിന്റെ യജമാനു വേണ്ടി ശത്രുപക്ഷത്തേക്ക് ഓടിപ്പോകുന്ന ഒരു കുതിരയെ കുറിച്ച് അള്ളാഹു സത്യം ചെയ്ത് പറയാണ്. അത് പ്രഭാത സമയത്ത് ശത്രുക്കളുടെ മധ്യത്തിലേക്ക് അതിന്റെ കുളമ്പുകൾ പാറയിൽ തട്ടി തീപ്പൊരി പാറിച്ച് ഓടിപ്പോകുന്ന കുതിരയെ തന്നെയാണ് സത്യം. എന്താ സത്യം പറയുന്നത്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായിട്ടും മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാ. ഈ കുതിര മനുഷ്യനായിട്ട് എന്താ ബന്ധം? ആ കുതിരക്ക് തിന്നാൻ കൊടുക്കുന്ന ഒരൊറ്റ കാരണമുണ്ട്. ആ യജമാനു വേണ്ടി, തന്നെ പോറ്റുനാക്കും വേണ്ടി ഏത് രാത്രി സമയത്തും ശത്രുക്കളുടെ ഇടയിൽ പോയി വെട്ടുകൊണ്ട് മരിക്കാൻ ആ കുതിര തയ്യാറാ. പക്ഷെ ഇത്രയും അനുഗ്രഹം കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പോറ്റിയിട്ട് ആ മനുഷ്യന്റെ അവസ്ഥയാണെന്ന് പറഞ്ഞത്. എന്നാൽ മനുഷ്യനുണ്ടല്ലോ, എല്ലാ സൗഭാഗ്യവും ഞാൻ കൊടുത്താൽ കിട്ടുന്ന സമയത്ത് ഒരു ചെറിയൊരു സംതൃപ്തി ഉണ്ടാവും, പിന്നെ അത് മറന്നുപോകും. ശമ്പളം വലിയ എമൗണ്ട് കൂടിയിട്ടുണ്ട്, 2 മാസം കൊണ്ട് ആ കൂടിയ ശമ്പളത്തെ കുറിച്ച് നമുക്ക് പിന്നെ പ്രശ്നമല്ല. രോഗം ഉണ്ടായിരുന്നു, മാറി. ആ മാറിയെ കുറിച്ച്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. ഒരുപാട് ഉയർന്നിട്ടുണ്ട്. നമ്മൾ 25 കൊല്ലത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? നമ്മളത് മറന്നുപോയി. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. അവനതിന് സാക്ഷിയാണ്. അവൻ റബ്ബിനോട് നന്ദി കെട്ടവനാണെന്നതിന് സാക്ഷിയാണ്. നല്ലൊരു വീടുണ്ടായാൽ ആ വീട്ടിൽ കടന്നിറങ്ങിയിട്ട് സാധാരണ സുബൈക്ക് വന്നിയോ വാരിനൊറ്റക്കാക്കി സുബൈക്ക് പോരാൻ പറ്റില്ല എന്നിട്ട് പുറത്തിറങ്ങാതെയായി. ആ വീടിന്റെ മറ്റെല്ലാ പണിയിലും അല്ലാഹു നിഷേധിക്കപ്പെട്ട രീതിയിൽ ലോണും മറ്റുമായിട്ട് അവൻ അടിച്ചു പൊളിച്ചതായി. കിട്ടുന്ന അനുഗ്രഹങ്ങളെ അള്ളാഹ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നതിന് അവൻ സാക്ഷിയാണ്. നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു കുട്ടിനമാണ് കേട്ടോ. കാണുമ്പോ സലഫികൾ തമ്മിൽ പറയാതെ ആകെ ഒരു പണിപ്പതാ, എനിക്കൊരു മോനുണ്ട്, ഒരു മോളെ കിട്ടണം, നല്ലൊരു കുടുംബമാവണം, ധീരമാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു മകളുണ്ട്, നല്ലൊരു ചെക്കനെ കിട്ടണം കേട്ടോ. കിട്ടുന്നത് വരെ നല്ലോണം പ്രാർത്ഥിച്ച് 3 കൊല്ലം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഒരു നല്ല കുടുംബത്തെ, ഒരു സലഫിയായ നല്ലൊരു കുടുംബത്തെ കിട്ടി. ഫസ്റ്റ് തീരുമാനം കഴിഞ്ഞാലോ അപ്പൊ ഈ ഒരൊറ്റ ആയത്ത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. നന്ദി കെട്ടവരാന്നുള്ള അവന്റെ പ്രവർത്തനം തന്നെ സാക്ഷിയാണ്. പിന്നെ നാട്ടിൽ നടക്കുന്ന എല്ലാ മാമൂലുകളും, എല്ലാ ആചാരങ്ങളും എല്ലാറ്റിനും മുമ്പിൽ നമ്മൾ ഉണ്ടാകും. എല്ലാറ്റിനും മുമ്പിൽ അതെങ്ങനെ നടത്താക്കാൻ പറ്റുമോ? അപ്പൊ ഇതുവരെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതും അള്ളാഹു ശരി അതൊരു ധാരണയില്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മൾ പോവുകയാണ്. എന്നിട്ട് അള്ളാഹുവോട് പറഞ്ഞ് അവസാനിപ്പിക്കണം എങ്ങനെ? വല്ലാത്ത ഇഷ്ടമാണ് ദുനിയാവിലെ ആഡംബരത്തോട്, അവന് വല്ലാത്ത ഇഷ്ടമാണ്. എന്നാ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതൊന്നും മറക്കണില്ലട്ടോ. റബ്ബ് കൃത്യമായിട്ടും അതിനെക്കുറിച്ച് ബോധവാന്മാരായി നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. നല്ല ആലോചിക്കുക. നമുക്കൊന്നും നാളത്തേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്ന് ആലോചിക്കുമ്പോ വെറും കഫംപടങ്ങൾ ആരും ഒരുക്കി വെക്കണ്ട. അതിവിടെ നാട്ടിലുള്ളവർ ചെയ്തോളൂ. ആ പണിയല്ല പറഞ്ഞതിനർത്ഥം. കഫംപടം അവിടെ ഒരുക്കി വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഖബറിലേക്ക് നിങ്ങളുടെ കൂടെ വരേണ്ട അമൽ സ്വാലിഹാത്ത്, അതെന്താണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മൾ ചെയ്ത പ്രവർത്തനം എന്താണെന്ന് കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് ഹജ്ജിന്റെ ശേഷം ഒരു നല്ല മാറ്റത്തിന് വിധേയമാവുക. കാണുന്ന നമ്മുടെ കുടുംബത്തിലുള്ള, പരിസരത്തുള്ള, നാട്ടിലുള്ള വിധവകളും യതീമുകളും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒന്നും കൊടുക്കാനില്ലെങ്കിലും ഒരു നല്ല വാക്ക് പറയാനുള്ള ഒരു അവസ്ഥയിലേക്കെങ്കിലും നമ്മൾ മാറാ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങളുടെ ഈമാൻ വളരെ കുറവാണ്. ഉള്ള ഈമാൻ അനുസരിച്ചാണ് പക്ഷേ നിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഈ ഹജ്ജിൽ തന്നെ എത്തിപ്പെട്ടത്. ഞങ്ങളിൽ നിന്ന് ഈ ഹജ്ജിനെ സ്വീകരിക്കണം തമ്പുരാനെ. ഹജ്ജിന്റെ മുമ്പ് ഞങ്ങൾക്ക് നിർബന്ധമാക്കി തന്ന എല്ലാ കാര്യങ്ങളും കൃത്യസൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം തമ്പുരാനെ. സാമ്പത്തിക മേഖലയുടെ സൂക്ഷ്മതയും എല്ലാ മേഖലയിലുള്ള ആത്മാർത്ഥമായ ഇഖ്ലാസിനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അള്ളാഹുവെ, മരണപ്പെട്ടു പോകുമ്പോ എവിടെ വെച്ചാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അവകാശിയായി മരിക്കാനും നാളെ പ്രവാചകന്റെ കൂടെ ഒരുമിച്ച് കൂടാനും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. ദുർബലമായ അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. മറ്റൊരുത്തന്റെ പരസഹായത്തിനു വേണ്ടി കെട്ടിക്കിടക്കേണ്ട ഒരു ഗതികേടിന് ഞങ്ങൾക്ക് വരുത്തല്ല തമ്പുരാനെ. ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനും മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കാനുമുള്ള തൗഫീക്ക് സൗഭാഗ്യം നീ നൽകി അനുഗ്രഹിക്കണം റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله.